വിവിധ തരത്തിലുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. മനുഷ്യരുടെ ഓരോ പ്രശ്നങ്ങളും പലപ്പോഴായിട്ട് പ്രതിസന്ധിയിലെത്തിക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല അസുഖങ്ങൾ, പല രോഗങ്ങൾ നമ്മെ തിരിച്ചറിയുകയും പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടെത്തുകയൊക്കെ ചെയ്യാറ്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനകാലത്ത് ഒരുപാട് തലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഓട്ടിസം അടക്കമുള്ള കാര്യങ്ങൾ. ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമുണ്ട്. എന്തായാലും ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുന്നിലുള്ളത് ജുവൈൽ ഓട്ടിസം സെൻറ്ററിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള ജെൻസിയും അതുപോലെ തന്നെ ജെയിംസൺ സാമുവലുമാണ്. നമസ്കാരം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഓട്ടിസവുമായി ബന്ധപ്പെട്ട നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഓട്ടിസം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്ന ഒരു OCD, അതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്, എനിക്ക് OCD ആണ്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ഓട്ടിസം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടുപേരെയും എൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. വന്നതിൽ സന്തോഷം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് അറിയേണ്ടത്, സാറിനോടാണ് ചോദിക്കുന്നത്, എന്താണ് ഈ ജുവൽ ഓട്ടിസം സെൻറ്റർ അല്ലെങ്കിൽ ഈ ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ജുവൽ ഓട്ടിസം സെൻറ്റർ നമ്മൾ സ്ഥാപിതമായത് 2008-ലാണ്. ഇപ്പോൾ ജുവൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു 4 കുട്ടികളെ വെച്ച് തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഇപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 38 രാജ്യങ്ങളിൽ നിന്ന് ഒരു വർഷം ഒരു 5000 കുട്ടികളോളം വന്നു പോകുന്ന ഒരു സെൻറ്ററായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ദുബായിലുമായിട്ട് ഏകദേശം ഒരു 200-ലധികം പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻസ്, പീഡിയാട്രിക് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഡെവലപ്മെൻറ്റൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരടങ്ങുന്ന വലിയൊരു ടീമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് കൈകാര്യം ചെയ്തത്. ഡെവലപ്മെൻറ്റൽ നീഡുള്ളൊരു കുഞ്ഞിനെ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ച്, അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജുവലിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ജുവൽ മുന്നോട്ട് പോകുന്ന പാത. അതിന് UAE എങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ സർവീസ് എന്ന രീതിയിൽ കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരു ബിസിനസ് എന്ന രീതിക്ക് അപ്പുറത്ത് രണ്ടുപേരും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് നന്നായിട്ട് പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. UAE അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിലാണ് നമുക്കതിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? ഒരാൾക്ക് നമ്മുടെ ജുവലുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. UAE ജുവലിൻ്റെ CEO അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ജെൻസി ബ്ലസൻ ആണ്. അദ്ദേഹം UAE സ്ഥാപനത്തിൻ്റെ ജുവലിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും. UAE മെയിൻലി നമുക്ക് കിട്ടുന്ന എല്ലാ പേരൻസിനും നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ് ഫ്രീ സ്ക്രീനിങ്. നോർമലി ഒരു കുട്ടി പോയിട്ട് അവർക്ക് ഇവിടെ ഒരു അസസ്മെൻ്റ് ഒക്കെ എടുക്കണമെന്ന് നമ്മൾ ഹ്യൂജ് എമൗണ്ട് ആവും. 10,000-4,000 ദിറംസ് വരെ ചാർജ് ചെയ്യാം. അപ്പം അതിന് മുമ്പ് ഒരു ഫ്രീ സ്ക്രീനിങ് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ സ്ക്രീനിങ് കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം അസസ്മെൻറ്റിലേക്ക് പോയാൽ മതി. ടോട്ടലി ഫ്രീ ആണ്. ഏത് സമയത്തും അവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. അതൊരു ക്ലിനിക്കൽ ടീമാണ്. അതിൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേറ്റേഴ്സ്, ഇങ്ങനൊരു ടീമായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ അവർ പേരൻറ്റിന് വേണ്ട ഗൈഡൻസും കൊടുക്കും. എല്ലാ കേസിലും ഒന്നും തെറാപ്പി ആവശ്യമില്ല, ചെറിയ വീട്ടിൽ വരുന്ന മാറ്റങ്ങളും മതി. അപ്പോൾ ആ ഗൈഡൻസ് ഉൾപ്പെടെയാണ്. ഇവരെല്ലാം ക്വാളിഫൈഡ് ആണ്, DHA or CDA ക്വാളിഫൈഡ് സ്റ്റാഫാണ്. ആ ഒരു സർവീസ് കിട്ടും. പിന്നെ മെയിൻലി ഇപ്പം നമ്മുടെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർ ദുബായ് ഷെയ്ഖ് സായദ് റോഡിലാണ്. അപ്പം അറിയാം, ദുബായിൽ പെർ സെഷൻ റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. നമ്മളൊരു പാക്കേജിൽ ഈവൻ ഒരു സർട്ടിഫൈഡ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ സർവീസ് നമ്മൾ പെർ അവർ നോക്കുമ്പോൾ ഒരു 200 AED പെർ അവറിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരു സർട്ടിഫൈഡ് ആളാണ്. അത് അവർക്ക് പേരൻസിന് കാണാൻ പറ്റും. മറ്റ് സെൻറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ജുവലിലുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ സെഷൻസിലും രക്ഷകർത്താവിന് കൂടിയിരിക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു അച്ഛനോ അമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി നാൾ പോകാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സെൻറ്ററിലാണ്, എവിടെ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ നാട്ടിലെ സെൻറ്ററിലാണെങ്കിലും 99% സെൻറ്റേഴ്സിൽ ഇപ്പോഴും രക്ഷകർത്താക്കളെ അകത്ത് കയറുന്നത്. ഇവിടെ അങ്ങനെ നമ്മളാണ് മേ ബി UAE ഫസ്റ്റ് സെൻറ്റർ. കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തി പേരൻറ്റിനെ മനസ്സിലാക്കി. കാരണം 20 മണിക്കൂർ ഒരു കുഞ്ഞിൻ്റെ കൂടെയുള്ള അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ അതെങ്ങനെ ഒരു തെറാപ്പിസ്റ്റ്, ഒരു ക്വാളിഫൈഡ് ആൾ ചെയ്യിക്കുന്നു എന്നുള്ളത് കാണേണ്ടത്
ഒരു മാതാവോ പിതാവോ ആവും. പേരന്റൽ ട്രെയിനിങ് നമുക്ക് കിട്ടും. പിന്നെ എല്ലാ ആഴ്ചയും 3, 4 തവണ ഇവർക്ക് ക്ലാസ്സസ് ഉണ്ടാവും. പേരന്റ് അവയർനെസ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് ഏത് പേരന്റ്സിനും അത് അറ്റൻഡ് ചെയ്യാം. ജ്വൽ വിളിച്ചു ചോദിച്ചാൽ ഈ ആഴ്ചത്തെ അവയർനെസ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. വെബിനാർസ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് രക്ഷകർത്താക്കളെ എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. ഇതൊരു ഒരു തെറാപ്പി സെഷനിൽ അവസാനിക്കേണ്ട കാര്യമല്ല. അവരുടെ ഓവറോൾ എല്ലാ കാര്യത്തിലും ഒരു പേരന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു പേരന്റ് എങ്ങനെ തിരിച്ചറിയും? അതായത് ഒരു കുട്ടിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം. കാരണം നമുക്കത് മനസ്സിലാവില്ലല്ലോ. പലപ്പോഴും ഒരു ഫംഗ്ഷന് പോയ സമയത്തായിരിക്കും തിരിച്ചറിയുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ കുറേ സംഭവം. ഇതെങ്ങനെ തിരിച്ചറിയും? ഇപ്പം നമ്മളെ സ്ക്രീനിൽ വരാതെ തന്നെ അവർക്ക് വരണം എന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു നിർദ്ദേശം എന്ന രീതിയിൽ പറയാൻ പറ്റും. 2 റെഡ് ഫ്ലാഗ്സ് എന്ന് പറയാം. റെഡ് ഫ്ലാഗ്സ് ഓഫ് ഓട്ടിസം. ഇത് ഒരു 2 ടൈപ്പായിട്ട് നമുക്ക് കാണാറുണ്ട്. ഒരു 60-70% കുട്ടികളിൽ 1.5 വയസ്സ് വരെ ഒരു നോർമലാ. സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. ഇപ്പം ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് എടുത്താൽ 1 വയസ്സുള്ള ഒരു കുട്ടി 5 മുതൽ 10 വാക്കുകൾ പറയണം. 2 വയസ്സുള്ള കുട്ടി 2 വാക്ക് ചേർത്ത് 60 കാര്യങ്ങൾ പറയണം. 3 വയസ്സുള്ള കുട്ടി 3 വാക്ക് ചേർത്ത് 300 കാര്യം പറയണം. ഈ 2 വയസ്സിൽ കുഞ്ഞുങ്ങൾ ആവശ്യങ്ങൾ പറയണം. അമ്മേ വെള്ളം, അപ്പം താ, ഇത് പറയേണ്ട ഒരു പ്രായമാണ്. ഇതിൽ ഒരു കുറവ് വരുമ്പോൾ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് പുറകോട്ട് പോകുമ്പോൾ അതൊരു റെഡ് ഫ്ലാഗാണ്. മെയിൻലി 2 വയസ്സായിട്ടും ഒരു കുഞ്ഞ് ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണ്. പേര് വിളിക്കുമ്പോൾ നോക്കാതിരിക്കുക. മോനെ എന്തുകൊണ്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഐ കോണ്ടാക്ട് തരാതിരിക്കുക. പിന്നെ ഒരു ഓൺ വേൾഡിൽ ഇരുന്ന് കളിക്കുക. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആളുടെ ഒരു ഓൺ വേൾഡിലാണ്. നമ്മൾ പറയുന്നതിന് മൂളാനോ കൈയടിക്കാനോ ജോയിൻ ചെയ്യാനോ മനുഷ്യരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനോ അത്രയും താല്പര്യം കാണിക്കാതെ സ്വന്തം ഒരു വേൾഡിൽ ഇരുന്ന് കളിക്കുകയും, അതുപോലെ ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കാറൊക്കെ നമ്മൾ ഉരുട്ടി കളിക്കും. ഇതങ്ങനെയല്ല. അടിച്ചടിച്ച് സൗണ്ട് ഉണ്ടാക്കി കളിക്കുക. ഈ സെൻസറി കാര്യങ്ങളിൽ കുറച്ചുകൂടെ താല്പര്യം. കൈയൊക്കെ ഒരുപാട് നേരം മണപ്പിക്കുക, മനസ്സിലായോ? അതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ കുറേ നേരം നോക്കിയിരിക്കുക. ഫാനൊക്കെ കറങ്ങുമ്പോൾ കുറേ നേരം ഒബ്സർവ് ചെയ്യുക. കൈയൊക്കെ ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ 1.5 വയസ്സ് വരെ നോർമലായിട്ട് ലാംഗ്വേജ് പുറകോട്ട് പോയാലും ഡെഫിനറ്റ്ലി അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇങ്ങനെ അതുപോലെ അടങ്ങിയിരിക്കാൻ പറ്റാതിരിക്കുക. സിമിലർ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരുടെയും കൂടെ പോയി റൂൾ അനുസരിച്ച് കളിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം എണ്ണാം, പിന്നെ നീ എണ്ണിക്ക്, അങ്ങനെ റൂൾ അനുസരിച്ച്. ഇതിനകത്തൊന്നും ആൾക്ക് താല്പര്യമില്ല. കുട്ടികൾ അങ്ങോട്ട് പോയി ഇടപെടാനോ യാതൊരു രീതിയിലും ഇതൊക്കെ അതിൻ്റെ റെഡ് ഫ്ലാഗ്സാണ്. നമുക്ക് ജെയിംസൺ സാറോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ മുതിർന്നവരായാലും ഇപ്പോൾ സെലിബ്രിറ്റികളായാൽ പോലും ചില സമയത്ത് പറയുന്ന അവരുടെ ഒരു വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്, അല്ലേ? കാരണം അവർക്ക് വൈകല്യം, അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇവർക്ക് ആ ഒരു വൈകല്യമുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും. ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അല്ലെ എന്താണ് ഏതാണ് ഇതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്? എപ്പോഴാണ് ആ രേഖ, എപ്പോഴാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക? നമുക്കിപ്പം ഓട്ടിസം, ADHD പോലുള്ള കണ്ടീഷൻസ് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ചെറിയ കുട്ടികൾക്ക് ഒരു 3 വയസ്സിൽ താഴെ തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം അല്ലെങ്കിൽ ASD, അതോടൊപ്പം തന്നെ ADHD ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. അപ്പം ഈ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിലൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വൈകല്യം, അതായത് ഒരു ഡിസേബിലിറ്റിയാസ്, അല്ലേ? അപ്പോൾ ഇപ്പം മുതിർന്ന 25 വയസ്സുള്ളവർ, 40 വയസ്സുള്ളവർ, 30 വയസ്സുള്ള അങ്ങനെ സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് ഇപ്പം എനിക്ക് ADHD ഉണ്ട് അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അപ്പം എനിക്ക് പ്രൊഫഷണലി അതിനെപ്പറ്റി പറയാനുള്ളത്, ഇപ്പം ADHD, ഓട്ടിസം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഡിസേബിലിറ്റിയാണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓട്ടിസം ആകണമെന്നില്ല. കാര്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് അതോടൊപ്പം നമുക്കുണ്ടായിരിക്കണം. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ താങ്കളോടൊപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി മറുപടി പറയാൻ കഴിയുന്നുണ്ട്, ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്തിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവിയിൽ എനിക്ക് ആക്ട് ചെയ്യാനും എൻ്റെ തൊഴിൽ സാധാരണ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. എനിക്കതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു വേതനം കിട്ടുന്ന ഒരാളാണ്, നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒരു ഹോം മേക്കർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സോഷ്യൽ റോൾ പെർഫോമൻസ് നോർമലായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഓട്ടിസമാണ് എനിക്ക് അല്ലെങ്കിൽ ADHD ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് നമ്മുടെ ദൈനംദിന ജോലിയും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ സീക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ചില ആളുകൾക്ക് ചെക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട്. റിപ്പീറ്റഡ്ലി കഥ അടച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്യും, 3 പ്രാവശ്യം ചെക്ക് ചെയ്യും, അല്ലേ?
അത് ചിലപ്പം നമുക്ക് ആ ചെക്ക് ചെയ്യുന്നവർക്കെല്ലാം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് 4 പ്രാവശ്യമോ 6 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ചെക്ക് ചെയ്യാം. 8ാമത്തെ 9ാമത്തെ പ്രാവശ്യം എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ബസ് മിസ്സാവുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് ലേറ്റായിട്ട് വരികയും എൻ്റെ സാലറി അതുകൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ഡയഗ്നോസിസ് കിട്ടുകയുള്ളൂ. എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ചികിത്സിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അതെ, കറക്റ്റ്. അപ്പം നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന സിംറ്റംസ് അല്ല ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോഷ്യൽ വൊക്കേഷണൽ ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെന്റ് നമുക്കുണ്ടായിരിക്കണം. പേരൻസിന് ഇപ്പോൾ ഒരു പല രീതിയിലുള്ള ഓട്ടിസം ഉണ്ട്. ഉം. അപ്പോൾ ഈ ഓട്ടിസം പാരൻസിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവെയർ ആയിരിക്കണമല്ലോ. അതെ. അങ്ങനെയാണല്ലോ അവരൊരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സപ്പോർട്ട് എടുക്കുന്നത്. അതെ. അതെങ്ങനെയാണ് അവർ ആ ഒരു സപ്പോർട്ട് എടുക്കേണ്ട ഒരു സ്റ്റേജ്? ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇപ്പം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, സാമൂഹികമായിട്ടുള്ള ഇടപെടാനുള്ള ബുദ്ധിമുട്ട്, മുഖത്ത് നോക്കി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ആവശ്യങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നെയിം കോൾ റെസ്പോൺസ് കിട്ടുന്നില്ല, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പം കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് ഈ സ്ക്രീൻ എക്സ്പോഷർ കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൽ മൊബൈലിലൊക്കെ ഉള്ള സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടുതലാണ്. ചെറിയ പ്രായത്തിൽ ഈ 2 വയസ്സിൽ 3 വയസ്സിൽ താഴെയായിട്ട് സ്ക്രീൻ എക്സ്പോഷർ കൂടുന്നത് കൊണ്ട് ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അർബനൈസ്ഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരുന്ന കുട്ടികൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു പരിധിവരെ നമുക്ക് റിവേഴ്സിബിൾ ആണ്. കൃത്യസമയത്ത് നമ്മളത് കണ്ടെത്തുകയും ആവശ്യമുള്ള പ്രൊഫഷണൽ അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യുക, വേഗം നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാം. അപ്പം ഈ വെർച്വൽ ഓട്ടിസത്തിനും ഈ ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ക്ലാസിക്കൽ ഓട്ടിസം ഉണ്ട്. അതായത് ഈ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ജീനുകളിൽ വരുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് വരുന്ന ക്ലാസിക്കൽ ഓട്ടിസം കേസസ് ഉണ്ട്. അതിനും സെയിം കൈൻഡ് ഓഫ് ഇന്റർവെൻഷൻ ആണ്. അതിന് കുറച്ചുകൂടെ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് വേണ്ടവർ. WHO പ്രവർത്തിച്ച ഒരാളാണ്. അത്രയും കഴിവുള്ളൊരു മനുഷ്യനെ നിലയിൽ ഇത് അവയർനെസ് എന്ന രീതി നമുക്ക് ഈ പാരൻസിനോട്, കാരണം എനിക്ക് തോന്നുന്നത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു വിഷമം ഉണ്ടാവുന്നത് ഈ പറയുന്ന പേരൻസിനാണ്. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? പേരൻസ് എപ്പോഴും ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മാതാവായിരിക്കുമ്പോൾ പിതാവായിരിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. കുഞ്ഞിനോടൊപ്പം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും കുഞ്ഞിനെ നന്നായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യണം. കുഞ്ഞിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഉദാഹരണത്തിന് 3ാം മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ കമന്ന് വീഴും, കഴുത്തുറയ്ക്കും. 6 മാസം ആകുമ്പോഴത്തേനും കുഞ്ഞ് പിടിച്ചിരിക്കാൻ തുടങ്ങും. 8 മാസം 9 മാസമാകുമ്പോൾ മുട്ടയെ വലിയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റ്സ് എല്ലാം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് വിചാരിക്കും അവൻ നോർമലായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. അതുമാത്രം പോരാ. ഈ 3ാം മാസം നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ശ്രദ്ധിക്കാൻ തുടങ്ങും. 4 മാസമാകുമ്പോൾ പരിചയമുള്ളവരെ അല്ലെങ്കിൽ 5 മാസമാകുമ്പോൾ പരിചയമുള്ളവരെ കണ്ടാൽ ചിരിക്കാൻ തുടങ്ങും. 1 വയസ്സായ ഒരു കുട്ടി ഒരു 3 മുതൽ 6 വാക്കുകൾ എങ്കിലും പറഞ്ഞിരിക്കണമെന്നാണ്. 1.5 വയസ്സുള്ളൊരു കുട്ടി 25 വാക്കുകളെങ്കിലും പറയണം. 2 വയസ്സായ ഒരു കുഞ്ഞ് 50 വാക്കുകളെങ്കിലും കുറഞ്ഞ് പറഞ്ഞിരിക്കണം. 2 വാക്ക് കൂട്ടി സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കണം. അപ്പോൾ കുഞ്ഞ് നമ്മളെ പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ, നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ ഈ 2 വയസ്സുള്ള കുഞ്ഞ് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടോ? മോനെ ഇവിടെ വന്നേ, ഇവിടെ വന്നിരുന്നേ, ഡോർ അടച്ചിട്ട് വന്നേ, ബാഗ് എടുത്തുകൊണ്ട് വന്നേ, അച്ഛൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് വന്നേ, അച്ഛൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും, മോൻ്റെ വാച്ച് എന്ത് ചെയ്യും, മോൻ്റെ ഉടുപ്പ് എന്ത് ചെയ്യും, മോൻ്റെ കണ്ണെവിടെയാണ്, ഇത് ആരുടെ ഉടുപ്പാണ്, അല്ലേ, ഇത് ആരുടെ ബാഗാണ്. അതുപോലെ തന്നെ ഒരു 2 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു ബോർഡ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ വീട്ടിൽ കണ്ട വസ്തുക്കളെല്ലാം പടങ്ങൾ കണ്ടാൽ പറയാൻ തുടങ്ങും. ആപ്പിൾ, കാറ്, ഇതെല്ലാം പറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് കുഞ്ഞ് 2 വയസ്സോ 3 വയസ്സോ ആകുമ്പോൾ പ്രായത്തിനനുസരിച്ച് തൂക്കവും പൊക്കവും വന്നാൽ പോരാ. വാക്സിനേഷൻ കൃത്യമായ കാലയളവിൽ ചെയ്തു പോയാൽ മാത്രം കുഞ്ഞിന് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ പേരൻസ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് നിരീക്ഷിക്കണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ പേരൻസ് കൊടുക്കണം. പേരൻ്റ് ആകാന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ഒരു ലൈഫ്, UAE ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും സമയമില്ല. കാരണം 2 പേരും ജോബിന് പോകുന്നവരാണ്. എനിക്ക് തോന്നുന്നു 1 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളെ സിറ്റിങ്ങിലൊക്കെ ആക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അവർക്കൊന്നും ഈ പറയുന്ന പോലെ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പിന്നീടൊരു ഘട്ടത്തിലായിരിക്കും സ്കൂളിൽ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുന്നത്. സ്കൂളിൽ കാരണം മാറ്റി നിർത്തും. സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വരും. കാരണം ഒരു കുഞ്ഞ് 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ ഒരു അഡൽറ്റിനോട് ഈക്വൽ ആവുന്നത് ഏകദേശം 4 വയസ്സിലാണ്. ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് 4 വയസ്സ് വരെയുള്ള ഏറ്റവും ബ്രെയിൻ ഡെവലപ്മെന്റ് എന്താണ്? പുതിയൊരു എക്സ്പീരിയൻസ് ഒരു കുഞ്ഞിന് കിട്ടുമ്പോൾ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ എണ്ണം കൂടുക, പുതിയ ന്യൂറോൺസ് ഫോം ചെയ്യുക. ഒരു കുഞ്ഞിനോട് നമ്മളൊരു പാട്ട് പാടി കൊടുക്കുമ്പോൾ പുതിയ ന്യൂറോൺസ് ഫോം ചെയ്യും. അതിനെ വെള്ളത്തിൽ കളിപ്പിക്കും. എഗെയിൻ കണക്ഷൻസ് ഫോം, ന്യൂറോളജിക്കൽ കണക്ഷൻ, ന്യൂറോ മെച്ചുറേഷൻ എന്ന് പറയും. ഇത് മാക്സിമം ഉണ്ടാവുന്നത് 80% വരെ 4 വയസ്സിലാണ്. ഈ 4 വയസ്സിനുള്ളിൽ ഈ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ ഇവർ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് 1.5-2 വയസ്സിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു 6 മാസമോ 3 മാസമോ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽസ് ഹെൽപ്പ് കൊടുത്താൽ 100% മെയിൻ സ്ട്രീം ചെയ്യാവുന്ന ഒരു കേസ് 5, 5.5, 6 വയസ്സിൽ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ 1-1.5 വർഷം വേണ്ടി വരും. ഈവൻ 3 മന്ത്സിൽ 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ഇന്റർവെൻഷൻ സ്റ്റോപ്പ് ചെയ്ത് പ്ലേ സ്കൂളിൽ പോയ കേസുണ്ട്. പക്ഷെ ആ ഏജ് റിയലി മാറ്റേഴ്സ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എവിടെ പോയാലും കൂടെ ഇരുന്ന് തെറാപ്പി കാണുക. ജുവലിലാണെങ്കിൽ കേസ് ഫയൽസ് പേരൻറ്റിന് എല്ലാ മാസവും കാണാൻ പറ്റും. അവർ ഒപ്പിട്ടിട്ടാണ്. ഇപ്പം നവംബറിലെ ഒരു കേസ് ഒരു തെറാപ്പിസ്റ്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ കേസ് ഫയൽ ഒക്ടോബർ 28 ഫയൽ റെഡിയാക്കി പേരൻറ്റിനെയും കൂടെ ഒപ്പിടിച്ച് അവരുടെ കൺസേൺ എടുക്കും. എന്തൊക്കെയാണ് അവരുടെ കൺസേൺ? കുട്ടി ടോയ്ലറ്റിൽ പോകുന്നില്ല സ്വന്തമായിട്ട്, കുട്ടി സ്വന്തമായിട്ട് വെള്ളം കുടിക്കുന്നില്ല, അമ്മയെന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തെറാപ്പി ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എല്ലാ മന്തിലും റിപ്പോർട്ട്സ് കൊടുക്കും. അതുപോലെ വീട്ടിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി കൊടുക്കും. പതുക്കെ നമ്മൾ ഒരു 3 മന്ത്സ് എല്ലാ 3 മാസം കൂടുമ്പോൾ റീ അസസ്മെന്റ് എടുക്കും. കുട്ടിയുടെ പ്രോഗ്രസ് നമ്മൾ അതിനൊരു കേസ് മീറ്റിംഗ് ഉണ്ടാവും. അതിൽ ഡയറക്ടർ ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, കുട്ടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത 3 മാസം പ്ലാൻ ചെയ്യുന്നത്. ഈ 3 മാസം കഴിയുമ്പോൾ പതുക്കെ സ്കൂളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1 മണിക്കൂർ സ്കൂളിൽ പോകാൻ പറയും. അപ്പം തെറാപ്പി ചെയ്തതനുസരിച്ച് നമ്മൾ കുറവ് വരുത്തണമെങ്കിൽ വരുത്തും, കൂട്ടണമെങ്കിൽ കൂട്ടും. സ്കൂളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും കുഞ്ഞ് എന്തൊക്കെ മേഖലകളിലാണ്. നമ്മുടെ ജുവലിന്റെ വിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിംഗ് ആണ്. ഒരു കുഞ്ഞിൽ ഒരു 20-30% നമുക്ക് മെയിൻ സ്ട്രീം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ മെയിൻ സ്ട്രീം ചെയ്യണം എന്നുള്ളതാണ് ജുവലിന്റെ വിഷൻ. നമ്മുടെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. വെസ്റ്റേൺ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ US-ലൊക്കെ ഫ്ലോറിഡയിലൊക്കെ ഇന്റേൺഷിപ്പിനൊക്കെ ചെയ്യുന്ന സമയത്ത് അഡാപ്റ്റേഷനാണ്. കുട്ടി അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ആയിക്കോളൂ, കുട്ടിയെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞങ്ങൾ ചെയ്യുന്നത് കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? ആ ഒരു പ്രോബബിലിറ്റി അവിടെ കിടക്കുകയല്ലേ. ഒരു സ്പെഷ്യൽ ചൈൽഡായിട്ടൊരു കുഞ്ഞിനെ വളർത്തുന്നതിലും നല്ലതാണ്. നമുക്ക് ജുവലിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം 5000 കുട്ടികൾ എല്ലാ ബ്രാഞ്ചിലും ഒരു മാസം വരുന്നുണ്ട്. 35,000 കുഞ്ഞുങ്ങൾ 38 രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. 32 യൂണിവേഴ്സിറ്റികളുടെ ഇന്റേൺഷിപ്പ് സെന്ററാണ്. പല മണിപ്പാൽ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഇന്റേൺഷിപ്പ് സെന്ററാണ് ജുവൽ. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ കേസും നമ്മൾ പഠിക്കും. ഇത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും, സ്ട്രാറ്റജീസ് ഫോം ചെയ്യും. UAE ബ്രാഞ്ചിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ സീനിയർ ടീമാണ്. അവരൊരു കുഞ്ഞിനെ കണ്ടാൽ ഞങ്ങൾ പറയും ഒരു ഡേ പോലും വേസ്റ്റ് ചെയ്യരുത്. ആ പേരന്റിന് 3 മാസമേ കാണുള്ളൂ. എവറി ഡേ മാറ്റേഴ്സ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേരന്റിനെ കൂടി ഇരുത്തി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജുവൽ അല്ല, എവിടെ പോയാലും നിങ്ങൾ കൂടിയിരിക്കുക. കുഞ്ഞിന്റെ ഗോൾസ് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, തെറാപ്പി, ബാക്കപ്പ് വീട്ടിൽ ചെയ്യണം. പേരന്റിന് ഒരു ക്രൂഷ്യൽ പാർട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ളൊരു ഒരു ഒറ്റ വാക്കെന്ന് പറയുന്നത് ജുവലാണെന്ന് ഡോക്ടറുടെ പ്രതികരണം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഓട്ടിസം, ഈ പറഞ്ഞ വിർച്വൽ ഓട്ടിസം, അത് പ്രായത്തിന് ഇപ്പോൾ ഒരു 25-30 വയസ്സായ, കാരണം മൊബൈൽ അഡിക്ഷനാണ് ഇപ്പം മിക്കവാറും, അതിന് പ്രായമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വിർച്വൽ ഓട്ടിസം വരാറില്ല. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു 32 വയസ്സുള്ള കുറേ ബാച്ചിലേഴ്സൊക്കെ ജീവിക്കുന്ന ഏരിയയാണ്. അവർക്ക് കൂടുതൽ ബ്രെയിൻ ഫോഗിങ് പോലുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ തന്നെ മൊബൈൽ എടുത്തിട്ടേ പല കാര്യങ്ങളും മറന്നു പോകും. നമ്മൾ മൊബൈൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എടുക്കും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഓർത്ത് നമ്മളൊരു റീൽസ് കണ്ടു, ഫേസ്ബുക്ക് കണ്ടു, ഇങ്ങനെ പോയി അവസാനം ഇത് എന്തിനാ എടുത്തതെന്നുള്ളത് നമ്മൾ മറന്നു. ഇതൊക്കെ നമ്മൾ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ചെറിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ലെവലിലേക്ക് പോകരുത്. കാരണം പലർക്കും ഇപ്പോൾ ഈ മൊബൈൽ യൂസേജ് കാരണം ഉറക്കം കിട്ടാത്ത കണ്ടീഷൻസ് ഉണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമറ്റോഗ്രാഫറെ നമ്മൾ കണ്ടു. പുള്ളി 2 to 3 hours ഉറങ്ങുന്നുള്ളൂ. പുള്ളി അത് കഴിഞ്ഞ് എഴുന്നേൽക്കുക, മൊബൈൽ അമിതമായിട്ട് കാണുക, റീൽസ് കാണുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോവാതെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ബാലൻസ്, സർക്കേഡിയൻ റിതം കഴിയുന്നതും മാനേജ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഉറങ്ങുന്ന സമയം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. 2 hours മുമ്പെങ്കിലും ഈ ലൈറ്റ് നമ്മൾ മാറ്റി വെക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിനെ റെഗുലാറിറ്റി ഈ കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല.
അതാണ് ശരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ടെക്നോളജി അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതം ഈസി ആക്കാൻ വേണ്ടി. ഇംപ്രൂവ് ചെയ്യാനാണ്. ഇത് കൂടുതൽ നേരം നമ്മളെ നിയന്ത്രണാതീതമായിട്ട് നമ്മൾ ഇതിലേക്ക് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? കൃത്യസമയത്ത് നമ്മൾ ഓർമ്മ കുറവ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഈ ഓർമ്മ കുറവ് ഭയങ്കരമായിട്ട് ഓർമ്മക്കുറവുള്ള ജോലിയെ അത് ബാധിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇപ്പം നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റീൽസ് നോക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ഡൈവേർട്ടായി പോവുകയാണ്. അപ്പം നമ്മുടെ ജോലിയിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുകയും നമ്മൾക്ക് സന്തോഷം അല്ലെങ്കിൽ കൃത്യമായ ഉറക്കം, ഫോക്കസ്, നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ അതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് മൊബൈൽ അഡിക്ഷനാണ്. അതിന് ചികിത്സ വേണ്ടുന്ന കാര്യം തന്നെ. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് യുഎയിലെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഫുഡ്. നമ്മളൊക്കെ ചൈനീസ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു 20 വയസ്സിലൊക്കെ അല്ലേ. അപ്പം ഇന്നത്തെ കുഞ്ഞ് 1.5 വയസ്സിലെ ഈ കെമിക്കൽ. അപ്പം നമ്മളെല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ഓട്ടിസം ഓൺ ദ റൈസ് ആണ്. അപ്പം നമ്മൾ ജുവൽ തുടങ്ങുമ്പോൾ 2001 എന്നൊക്കെയുള്ള ഒരു കണക്കിൽ 35-ൽ 1 വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ ജനറ്റിക് ബേസ് ഉള്ള ഓട്ടിസം, വിർച്വൽ ഓട്ടിസം അറിയാം, ഡിജിറ്റൽ ഇത് കാരണം നമ്മൾ ആലോചിക്കണം. നമ്മൾ കഴിക്കുന്ന ഒരു കെമിക്കൽ ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ DNA-ലാണ്. ഈ മാറ്റം നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രോജനിയിൽ അത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നത് നമ്മളൊരു കുഞ്ഞിനെ സ്നേഹിക്കുക. ഒരു അച്ഛനും അമ്മയും കാരണമാണ് ഒരു കുഞ്ഞ് ലോകത്ത് വരുന്നത്. അല്ലാതെ ഒരു കുഞ്ഞ് ഇമെയിൽ അയച്ചിട്ട് പറയല്ല ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാന്ന് പറഞ്ഞ് വരുന്നതല്ല. അപ്പം ആ കുഞ്ഞിനെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആക്കുന്നവരെയാണ് നമ്മൾ പേരൻസ് എന്ന് പറയുന്നത്. ആ കുഞ്ഞ് ഫുള്ളി ഹെൽപ്ലെസ്, ഇന്നസെന്റ് ഹ്യൂമൻ ബീങ്സ് ആണ്. ആ കുഞ്ഞിന്റെ ആകെയുള്ള ആശ്രയം രക്ഷകർത്താവാണ്. അപ്പൊ ആ കുഞ്ഞിന് ഫിസിക്കലി ആരോഗ്യത്തിന് വേണ്ട ഹെൽത്തി ഫുഡ് എന്നും ബർഗർ കൊടുത്തോ, പക്ഷേ കീപ് ഇറ്റ് ലൈക്ക് വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഇൻ എ മന്ത്. കഴിയുന്നതും അതിന് ഒരുപാട് കെമിക്കൽസ് ഒന്നുമില്ലാതെ വീട്ടിലെ ഭക്ഷണങ്ങൾ കൂടെ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊടുക്കുന്തോറും ആ കുഞ്ഞ് ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കണ്ടേ. ഇപ്പൊ തന്നെ ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനേക്കാളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ 10-12 വയസ്സിൽ അതെ ഐഡന്റിഫൈ. ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന അതിന് ചില്ലി ചിക്കനും പൊറോട്ടയും മേടിച്ചു കൊടുത്തിട്ടല്ല, അതിന് ഹെൽത്തി ഫുഡ് കൊടുക്കുക. മനസ്സിലായോ? ലൈഫ് സിറ്റുവേഷൻസ് കാരണം എന്നും നമ്മൾ കെമിക്കൽസ് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ റെസ്ട്രിക്റ്റ്. അതും ഹൈപ്പർ ആക്ടിവിറ്റിയായിട്ട് ബന്ധമുണ്ട്. ഹൈ എനർജി, ഹൈ കാലറി ഫുഡ്സ് കൊടുക്കുന്ന ഒരു കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. You are what you കോഫി eat. ഭയങ്കരമായിട്ട് അഡിക്ഷനിലേക്ക് പോകുന്നത്. കോഫി, കോഫി കഫീൻ അതുപോലത്തെ സാധനം, അത് പെപ്സി, കോക്ക് പോലുള്ള സാധനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുട്ടികൾ. ഞങ്ങളുടെ ഡയറ്റ് ചാർട്ട് ഉണ്ട്. നമുക്ക് ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതിൽ ഞങ്ങൾ 18 years ആയിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത ഡയറ്റ് ചാർട്ട് ജുവലുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ കൊടുക്കും മൈദ അങ്ങനെയുള്ള കാര്യം. ഇതെല്ലാം ഇത് കൊടുക്കുമ്പോൾ ഇവരുടെ ബിഹേവിയറിൽ വിത്തിൻ 2 days ഈ മാറ്റം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യുഎയിൽ ഇപ്പോൾ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പ്, ഒരു 5 ആപ്പ് നിങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾക്ക് അത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ, കാരണം അതെങ്ങനെയാണ് കുട്ടികൾക്ക് പാരൻസിന് ഗുണം, അതായത് തെറാപ്പി ചെയ്യേണ്ടത് ശരിക്കും അവർ തന്നെയാണല്ലോ പാരൻസിന്, അത് എത്രമാത്രം ഗുണമുണ്ട്, അതിന് ഫ്രീ ആണോ ആപ്പിൻ്റെ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിച്ച് നന്നായി. അപ്പം ഒരു അച്ഛനോ അമ്മയ്ക്കോ മാതാപിതാക്കൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ നീഡ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി നമ്മളൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ കൊണ്ടുപോയി കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും. അതിനാണ് ചൈൽഡ് എസ്കോർട്ട് ആപ്പ് എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ ഓരോ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്സും, ബുദ്ധിവികാസം, കുഞ്ഞിൻ്റെ സംസാരം, സാമൂഹ്യമായിട്ട് ഇടപെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൈകൾ ഉപയോഗിച്ച് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇങ്ങനെയുള്ള കുഞ്ഞിൻ്റെ സമസ്ത മേഖലകളിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് പേരൻ്റ് അറിയാം. 3 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ എൻ്റെ 3 വയസ്സിൻ്റെ കുഞ്ഞിന് എല്ലാ ഡെവലപ്മെൻറ്റ്സും കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അത് ഫ്രീ ആയിട്ട്, പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ കയറി നമുക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ആപ്പ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരും കുഞ്ഞിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റൽ ഏരിയാസിനും കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ, ഏതെങ്കിലും ഏരിയാസിൽ ഡിലേ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു തരും. ഇതിൽ സബ് ആപ്സ് ഉണ്ട്. ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് വിർച്വൽ ഓട്ടിസം സ്ക്രീനിങ് ആപ്പാണ്. സ്ക്രീൻ അഡിക്ഷൻ കാരണം എല്ലാവർക്കും വിർച്വൽ ഓട്ടിസം കാരണം അല്ല സ്ക്രീൻ കാരണം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളുണ്ടോ, അല്ലെ കുഞ്ഞ് കാണിക്കുന്ന ഏതെങ്കിലും ബിഹേവിയർ. കാരണം പണ്ടത്തെ ജനറേഷനിൽ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ആങ്ങളുടെ പെങ്ങളുടെ ഒക്കെ മക്കളുണ്ടാവും. ഈ കുഞ്ഞ് ഇങ്ങനെയാണല്ലോ. അപ്പൊ അമ്മൂമ്മ പറയും എടാ ഇവന്റെ കുഞ്ഞ് ഇങ്ങനെയായിരുന്നു, പക്ഷെ നിന്റെ കുഞ്ഞ് അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഇന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ആരുമില്ല. അതിന് പകരമാണ് ഞങ്ങൾ ഈ ആപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. രണ്ടാമത് സ്കൂൾ റെഡിനെസ് ആപ്പ്. നമുക്കറിയില്ല സ്കൂളിലേക്ക് പോകാൻ ഒരു കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ റെഡി ആവണം. കാരണം
40 പിള്ളേരെ 30 പിള്ളേരെ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു കമാൻഡ് പറഞ്ഞ കുട്ടി ഫോളോ ചെയ്യണം. ഓപ്പൺ ദ ബുക്ക് എന്ന് നമ്മുടെ കുഞ്ഞിനടുത്ത് നിന്ന് 10 പ്രാവശ്യം ടീച്ചർ പറയില്ല. അതുപോലെ കുഞ്ഞിനൊരു ആവശ്യമില്ല. മാം ഐ വോണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് എന്ന് കുഞ്ഞ് സെന്റൻസ് ഇതൊന്നും പറയാത്തൊരു കുഞ്ഞിനെ അവർക്ക് ആ കറക്റ്റ് ഏജ് ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല. 4 വയസ്സാകുമ്പോൾ നേരെ കൊണ്ടുവന്ന് സ്കൂളിൽ എത്തിയതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ കുഞ്ഞ് തയ്യാറെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താതെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അപ്പൊ നമ്മളതിനെ സ്കൂളിനെ കുറ്റം പറയുന്നു, ക്ലാസ്സിനെ കുറ്റം പറയുന്നു. പക്ഷെ നമ്മളെ കുഞ്ഞിന് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ? സ്കിൽസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് സ്കൂളിൽ വിടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ മിക്ക കുഞ്ഞുങ്ങൾ അതിന് സംവിധാനം എന്താ? അതാണ് അതാ പറഞ്ഞേ, വിർച്വൽ ഓട്ടിസം ആപ്പാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സ്കൂൾ റെഡിനെസ് ആപ്പാണ്. സ്കിൽസ് കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയോ, ഇന്ന ഏജിൽ കുഞ്ഞിന്റെ എല്ലാ സ്കിൽസും അച്ചീവ് ആയിട്ടുണ്ടോ, ഗ്രൂപ്പ് സ്കിൽസ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ സ്കിൽസ്. മൂന്നാമത്തേത് നമ്മൾ സെൻസറി ബ്ലൂ എന്ന് പറയും. അതായത് ഓട്ടിസം ഉള്ള കുട്ടി നമുക്ക് 7 സെൻസ് ഉണ്ട്, 5 അല്ല, നമുക്ക് 7 സെൻസ് ആണുള്ളത്. ഈ 7 സെൻസ് ഇപ്പം ഈ റൂമിൽ ഇരിക്കുന്നു, ഈ എ സിയുടെ സൗണ്ട് ഉണ്ട്. പക്ഷെ അനൂപിന് എ സിയുടെ സൗണ്ട് കാരണം ഞങ്ങളിൽ വർത്താനം പറയുന്നതിന് ശ്രദ്ധിക്കാതിരിക്കാൻ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല. ഈ സൗണ്ട് കാരണം അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ ലൈറ്റ് കാരണം അവർക്ക് ഈ റൂമിൽ കയറാതെ ഓടിക്കളയും. അപ്പൊ ഈ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഏത് സെൻസറി ആയിട്ടാണ് അതിൽ വെസ്റ്റിബിളാണ്. കുട്ടികൾ അടങ്ങിയിരിക്കില്ല. ഇപ്പൊ അനൂപ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അനൂപ് ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്, ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്ന ഒരു വട്ടം കറങ്ങുക വെസ്റ്റിബുലർ സെൻസ്. അതായത് നമ്മുടെ ഒരു സെൻസ് അത് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യുവർ ഓക്കെ, യുവർ ഓൾ റൈറ്റ്, യുവർ എനർജീസ് ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിബുലർ ആപ്പുമായിട്ട് വെസ്റ്റിബുലർ സെൻസുമായിട്ട് കണക്ട്. സെൻസറി ബ്ലൂം ഇങ്ങനെ എന്തെങ്കിലും സെൻസറി നീഡ്സ് ഒരു കുഞ്ഞിനുണ്ടോ? പിന്നെ നമുക്കിപ്പം വെള്ളത്തിൽ കളിപ്പിക്കാനും മരത്തെ കയറാനും ഒന്നും നമുക്ക് സമയമില്ല. കുഞ്ഞിന്റെ സെൻസറി നീഡ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മണ്ണ് കുഴയ്ക്കുക, ഇതെല്ലാം അതിന്റെ പാർട്ടാണ്. അപ്പോൾ ആ പഴയ ജനറേഷനിൽ നിന്ന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അത് അസസ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് സെൻസറി ബ്ലൂ. പിന്നെ നാലാമത്തേത് നമ്മളുടെ ADL ട്രെയിനിങ് ആപ്പ്. അതായത് ഇതുവരെയുള്ള ആപ്പുകളെല്ലാം തന്നെ സ്ക്രീനിങ് ആപ്പുകളാണ്. ഇത് സ്ക്രീൻ ചെയ്ത് എന്തെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിശീലിപ്പിക്കാൻ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും. പരിശീലിപ്പിക്കാൻ ട്രെയിൻ ഐ കോണ്ടാക്ട് ഇല്ലാത്ത ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെ ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കണേ? മോനെ ബ്രഷ് എടുത്ത് പറയുമ്പോൾ കുഞ്ഞ് ബ്രഷ് നോക്കണം. അപ്പൊ അമ്മ ആകെ ഭയങ്കര സ്ട്രഗിളില്ല. ഡയപ്പർ ഇല്ലാതെ കുഞ്ഞ് നഴ്സറി പോകാൻ പറ്റുന്നില്ല. എങ്ങനെ ഒരു കുഞ്ഞിനെ ഇൻഡിപെൻഡന്റ് ആക്കാം? അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കമാൻഡ്സ് അവർ കൊടുക്കും. പ്ലീസ് ടേക്ക് ദിസ് ബ്രഷ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുട്ടിയും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റോറി ബോർഡ് വെച്ചിട്ട് ഒരു കുഞ്ഞിനെ ഇൻഡിപെൻഡന്റ് ആക്കി ബ്രഷിങ്, ബേത്തിങ്, ടോയ്ലറ്റിങ്, ഡ്രസ്സിങ്, ഷൂ ലേസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ് ADL ട്രെയിനിങ് ആപ്പ്. ഇത്രയും ആപ്പുകളാണ് നമ്മൾ ആക്സസിബിലിറ്റീസ് എക്സ്പോ 2025 വേൾഡ് ട്രേഡ് സെന്ററിൽ നമ്മൾ റിലീസ് ചെയ്യുന്നത്. അത് പാരന്റ്സിന് ഒത്തിരി ഗുണമുള്ള. ഒത്തിരി. ഇത് ഫ്രീ ആണോ? ടോട്ടലി ഫ്രീ ആണ്. ഇതെന്ത് iOS-ലും അത് ജുവലിന്റെ വെബ്സൈറ്റിലും ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങളുടെ പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ ഞാൻ ആ QR കോഡ് തരാം, നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്തിടാം. അതുപോലെ തന്നെ ജുവലിന്റെ വെബ്സൈറ്റിൽ ഈ കംപ്ലീറ്റ് ആപ്പുകളും ലിങ്ക്ഡ് ആണ്. ജുവൽ ഓട്ടിസം സെന്ററിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ഇപ്പോൾ അറബിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അറബിക് ആപ്പ്. കാരണം അവർക്ക് സ്കൂൾ റെഡിനെസ് ഒരു ഭയങ്കര ഓൾറെഡി റിക്വസ്റ്റ് വന്നു, ഹിന്ദിയിലേക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സ്പോയിൽ ഭയങ്കരമായിട്ട് വെൽ റിസീവ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ 2.5 years R&D വർക്കാണ്. എനിക്ക് ജുവലിന്റെ ഫൗണ്ടേഴ്സ് ആണ് രണ്ടുപേരും. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇത്തരം ട്രീറ്റ്മെന്റുകളുടെ അഫോർഡബിൾ അല്ല. അതെ. പല പാരന്റ്സിനും എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാവുന്ന കുറച്ച് ഫാമിലി തന്നെ ഉണ്ട്. കാരണം കുട്ടികളെ കൊണ്ടുവിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, മന്ത്ലി പേയ്മെന്റ് കൊടുക്കാൻ അങ്ങനെ. കാരണം അത്രയ്ക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ജുവൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? സംവിധാനങ്ങളുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. നമുക്ക് ഒരു കുഞ്ഞിന് ഇപ്പോൾ UAE വളർന്ന ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റൽ നീഡ് ഉണ്ടെന്ന് നമുക്ക് സംശയിക്കണം. ഇപ്പോൾ ഈ ആപ്പ് തന്നെ 100% ഫ്രീ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു വലിയ കാര്യമല്ല. നമുക്ക് ഒരു സംശയമുണ്ട്, ഒരു കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്യണം. നമ്മളൊരു അസസ്മെന്റിനൊക്കെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പറയാം 10,000-2,000 ദിർഹംസൊക്കെ നമ്മളതിന് കൊടുക്കേണ്ടി വരും. ഇത് ജുവലിലുള്ള ഷെയ്ഖ് സായിദ് റോഡിലുള്ള നമ്മൾ ജുവലിലെ സെന്ററിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവരാം. നമ്മൾ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഈ കുഞ്ഞിന് ഫ്രീ സ്ക്രീനിങ് ഒരു 100% ഫ്രീ ആയിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് എന്റെ കുഞ്ഞ് ഓക്കെ ആണോ ഡോക്ടർ എന്ന് ചോദിക്കാനുള്ള ഒരു സ്ഥലമാണ് ജുവൽ. തീർച്ചയായിട്ടും നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്കതിന് ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ട്രീറ്റ്മെന്റ് വേണമെന്ന കുഞ്ഞാണെങ്കിൽ എന്തൊക്കെ തെറാപ്പികളാണ് ഈ കുഞ്ഞിന് വേണ്ടത്, അതെങ്ങനെ ചെയ്യണം, വേണമെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ സെഷൻസ് കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെ പ്രൊഫഷണൽസ് 2-3 ദിവസം ഡെമോ ചെയ്ത് കാണിക്കും പാരന്റിന്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന രീതിയിൽ ചെയ്യുന്ന പാരന്റിനെ കൂടെ ഇരുത്തിയിട്ട് നമുക്ക് ആ ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കാൻ പറ്റും. അതവർക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഇത് 1-on-1 ലെവലിലുള്ളൊരു അറ്റൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടുന്ന ഒരു മേഖലയാണ്. അല്ലേ? അപ്പം
ഒരു ഡോക്ടറെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഒരു പീഡിയാട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 15 മിനിറ്റുള്ള ഒരാളെ കണ്ടു നിൽക്കാൻ പറ്റും. പക്ഷേ ഒരു പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് ഒരു ദിവസം മാക്സിമം 8 9 കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുള്ളൂ. കാര്യം ഒരു കുഞ്ഞിന് തന്നെ ഒരു 45 മിനിറ്റ് അവർ കൊടുക്കുക. അത് ആഴ്ച ഒരു ദിവസം കിട്ടിയിട്ട് കാര്യമില്ല. കൃത്യമായ ഇടവേളകൾ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള സർവീസസ് അറ്റൻഡ് ചെയ്താലേ കുഞ്ഞിന് നല്ല മാറ്റം കിട്ടുന്നുള്ളൂ. ജിമ്മിൽ പോകുന്ന പോലെ നമ്മൾ ആഴ്ച ഒരു ദിവസം പോയി വല്ല പ്രയോജനമാണോ? അതുപോലാണ് ഒന്നട വിട്ട ദിവസങ്ങളെങ്കിലും മിനിമം നിങ്ങൾ എവിടെ പോയാലും സെഷൻസ് കൊടുക്കും. കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് തെറാപ്പിക്ക് പോവാന്ന് പറയുന്നത് കാര്യം ഈ ക്ലിനീഷ്യൻസിനെല്ലാം ഇവര് DHA ലൈസൻസ്ഡ് ആയിരിക്കും അല്ലേ? അതെ, ഉറപ്പായിട്ടും. ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ സേവനം നമ്മൾ ഡെഫിനറ്റ്ലി അത് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ UAE മിക്ക സ്ഥലത്ത് പോകുന്നത് നമുക്ക് 500 600 1000 1500 ഒക്കെ ഒരു മണിക്കൂർ സെഷന് ചാർജ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഉള്ളത്. കാര്യം ഇത് റൺ ചെയ്തു പോകാൻ ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ജുവലിൽ സ്ഥിരമായിട്ട് വരുന്നൊരു മാതാപിതാക്കൾക്ക് അവർക്കൊരു സെഷൻ അല്ലെ ഒരു 1 അവർ ഈ ലൈസൻസ്ഡ് ക്ലിനീഷ്യൻ്റെ സേവനം നമ്മളൊരു 200 dirhams അവരോട് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്കിത് കൂടുതൽ നമ്പർ ഓഫ് സെഷൻസ് എടുക്കാനും അതൊരു പാക്കേജായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കുഞ്ഞിന് നല്ല പുരോഗതി കൊണ്ടുവരാനും പറ്റും. തെറാപ്പി കൊണ്ട് അല്ലെങ്കിൽ ഈ ഓട്ടിസമോ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ലേണിംഗ് പ്രോബ്ലം ഉള്ളൊരു കുഞ്ഞിന് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ പരിശീലനമാണ്. എന്താണ് അവിടെ പരിശീലിപ്പിക്കുന്നത്? കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പരിശീലിപ്പിക്കുന്നു, സംസാരിക്കാനുള്ള കഴിവ്, ദൈനംദിന ജോലികൾ സ്വയം ചെയ്യാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, സാമൂഹികമായിട്ട് ഇടപെടാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കഴിവുകളാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മിക്ക സ്ഥാപനങ്ങളിലും ഈ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്ന പേരൻസ് എവിടെ വെയിറ്റ് ചെയ്യുക? അവർ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പരിശീലനം നടക്കുന്ന സ്ഥലത്ത് എന്നാ നടക്കുന്നത് അവർക്ക് കാണാനോ അറിയാനോ ഉള്ളൊരു അവസരം കിട്ടുന്നില്ല. ജുവലിൽ നമ്മൾ അങ്ങനെയല്ല. പൂർണ്ണമായിട്ടും ഓരോ ട്രീറ്റ്മെൻറ്റ് സെഷനിലും മാതാപിതാക്കളെ കൂടെ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ പിതാവിനും മാതാവിനും നമുക്കെങ്ങനെ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷനുള്ള പ്രശ്നം എന്താണ്, ഇതെങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് നേരിട്ട് കണ്ട് കാണാനും പഠിച്ചെടുത്ത് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. എന്തായാലും ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡ് കൂടിയാണ്. ആ സമയത്ത് ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യമാണ്, അതിനുള്ള ആൻസർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എന്തിന് ജുവലിലേക്ക് വരണം എന്നുള്ളതിന് ആൻസർ ഇവർ പറഞ്ഞത് തന്നെയാണ്. കാരണം നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഓക്കെ ആകണമെങ്കിൽ, ഓക്കെ ആണോ എന്നറിയണമെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുന്നത് UAEയിൽ ജുവൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാകും. ആ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനം തന്നെയാണ്. പ്രവർത്തനം, അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കുട്ടികളാണ് വലിയ സമ്പത്ത്, കുട്ടികളാണ് വരും തലമുറയെ, വരും നാടിനെ നയിക്കേണ്ടത്. ആ കുട്ടികൾ ഓക്കെ ആണോ എന്നറിയണമെങ്കിൽ നമുക്ക് ജുവൽ ഉണ്ട്. ഈ 2 പേരും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്നുള്ളൊരു വലിയ ഉറപ്പ് കൂടി നൽകുകയാണ്. വളരെ നന്ദി ഈ ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റിയതിൽ. കാരണം ഇതൊരു സോഷ്യൽ സർവീസ് കൂടിയാണെന്ന് കൂടി ഞാൻ 2 പേരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണ്. മുന്നോട്ട് പോട്ടെ, യാത്ര തുടരട്ടെ. താങ്ക് യു സോ മച്ച്.